ഞാനിവിടെ ഇരുന്നോളാം, നീ പോയിട്ട് വാ. അതെന്താ? അത് പിന്നെ ഈ ആക്സിഡന്റ് പറ്റിയവരെ കാണുമ്പോ എനിക്ക് തലർങ്ങും. ഒറ്റയ്ക്ക് പോയി കാണാനും സംസാരിക്കാനുള്ള ചമ്മലുണ്ടല്ലോ നിന്നെ ഞാൻ കൂട്ടുപിടിച്ചത്. നീ ഇങ്ങ് വന്നേ. അപ്പൊ എന്റെ തലർക്കം ആശുപത്രിയില്ലേ ഡോക്ടർ കാണിച്ചു? ഇവിടുത്തെ ഡോക്ടർമാർ എനിക്ക് അലർജിയാ. താനെന്താ ഇവിടെ? ഇന്നും വല്ല ആക്സിഡന്റ് പാർട്ടിയുമായിട്ട് എത്തിയതാണോ? അല്ല, ഇതിലെ പോയപ്പോ ആ ആന്റിയുടെ വിവരം തിരക്കിട്ട് പോവാന്ന്. അവർ ഡിസ്ചാർജ് ചെയ്തല്ലോ. സമാധാനായി. എപ്പോ? 1 മണിക്കൂറായി കാണും. കഷ്ടായിപ്പോയി. അവളൊന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് കാണാതെ എങ്ങനെയാ? ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ. മനസ്സിലായി. സുന്ദരിയാണോന്ന് അറിയാനല്ലേ. വഴിയുണ്ട്. ഡോക്ടർ, അതെ, ഒരു കാര്യം അറിയാനാ. ആ സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ? ഒരു കാന്താരി. അതിനെ കണ്ടാൽ എങ്ങനെയാ? അല്ല, ഈ ഫിഗറൊക്കെ ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടി. എന്തിനാ? അവന് വേണ്ടി ആലോചിക്കാനാ. ഇന്നലെ അയാളെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്ന കേട്ടല്ലോ. അതെ, അവര് ഫോണിലൂടെ സംസാരിച്ച് ഒത്തിരി അടുത്ത് പോയി. പെണ്ണ് കാണാൻ വീണ്ടും പിടിക്കുക. താങ്ക് യു ഡോക്ടർ. എടാ, പെണ്ണ് അടിപൊളിയാണെന്ന്. നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യടാ. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ? ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവേ, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. ആ വണ്ടി ഇടിച്ചവന് അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്കാ, നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത്. അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്. ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്. തട്ടിക്കളയാൻ കണ്ട അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ലേ? ആ പെണ്ണായിരിക്കും. ഹലോ ഹലോ, ആന്റി ഡിസ്ചാർജ് ചെയ്തു. ഇത് പറയാൻ ഞാൻ 3 വട്ടം വിളിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആന്റി ബെഡ് റെസ്റ്റിലാ. പിന്നെ ഒന്നുമില്ല. എന്തോ പറയാമെന്നല്ലോ. അത് പിന്നെ എന്താ പേര്? എന്താ ചിരിച്ചേ? ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നത്? അത്ര നല്ല പേരൊന്നുമല്ല, എന്നാലും പറയാം. പത്മജ. പത്മജ വാര്യർ. പത്മജ വാര്യർ. എന്തേ, ഇഷ്ടായില്ലേ? ഇഷ്ടായി. പേരിഷ്ടായിന്ന്. തന്റെ പേരും എനിക്ക് ഇഷ്ടായി കേട്ടോ. വച്ചേക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്നോ? എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളി. അപ്പൊ നിനക്ക് വിഷയം പറയാറുന്നില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ, നിന്റെ പ്രേമം അവളെ അറിയിക്കണ്ടേ? അതെങ്ങനെയാ പറയാ? നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ച തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം. നിനക്ക് പ്രേമമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കാതെ വിളിക്കുന്നുണ്ടോ? ഓ, നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഹലോ. എനിക്ക് തോന്നി അനിയൻകുട്ടി ആയിരിക്കും. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരു പഞ്ചാര സ്വഭാവം ഉണ്ടെന്ന് വർത്താനത്തിന് തോന്നി. എന്തിനാ വിളിച്ചത്? നേരിൽ കാണണമെന്ന് പറ. അത് എനിക്കൊന്ന് നേരിൽ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. നേരിൽ കണ്ട എന്നെ അറിയോ? സുന്ദരിയാണെന്ന് അറിയാം. അതാര് പറഞ്ഞു? ഡോക്ടറോട് ചോദിച്ചു. എവിടെ വെച്ച കാണുക? ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിൽ വെച്ചായാലോ? നാളെ രാവിലെ 9 മണിക്ക്. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആയി. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും മിണ്ടാത്തെ? സ്വപ്നം കാണുക. എന്നാ കാണ്. നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്. ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ? ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ. ദൈവത്തെ ഓർത്ത് നിന്റെ കാര്യത്തിലേക്ക് ഇനി എന്നെ വലിച്ചടക്കരുത്. എനിക്ക് അല്പം കുശുമുണ്ടെന്ന് കൂട്ടിക്കോ. സ്വന്തം കേസ് ഗോവിന്ദയായിട്ടിരിക്കുമ്പോഴാ നിന്റെ ലൈനിന് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇന്നോടെ മതി, ഇനി നിന്നെ ശല്യപ്പെടുത്തില്ല. ദേ, അവള് വരുമ്പോ ചളവള എന്ന് സംസാരിച്ച സമയം കളയരുത്. കാര്യങ്ങൾ തുറന്ന് പറയണം.
അയ്യോ, അവള് ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? അതെ. ആ, എന്നാ മിണ്ടാതിരി. ഇത് ബാംഗ്ലൂർ അല്ലേ മോനെ? ഗാന്ധിനഗറിൽ തന്നെ ബസ് സ്റ്റോപ്പ് 7 എണ്ണം ഉണ്ട്. ഇതാണ് ഗാന്ധിനഗർ മെയിൻ സ്റ്റോപ്പ്. ഇമാതിരി ചുറ്റിക്കളി പാർട്ടീസ് ഒക്കെ വരാറുള്ളത് ഇവിടെ. ഇറങ്ങിക്കോ, എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നോ. വടക്കോട്ടോ? ആ, സാധാരണ ഇത്തരം ലൈൻ കേസുകൾ വടക്കിൽ നിന്നാണ് വരാറുള്ളത്. ആ, നീ അങ്ങോട്ട് ഇറങ്ങി, സമയം കളയാണ്ട് ഇറങ്ങി. ലൈൻ കേസ് വരുമ്പോഴാണ്. ഞാനിപ്പോ വരാം. ഇനി വരുന്നു തോന്നുന്നില്ല. പാർട്ടി വല്ല ഫ്രോഡുമായിരിക്കും. ഫ്രോഡ് ആണെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. കുറച്ചേരം കൂടി നോക്കാം. നീ വെയിറ്റ് ചെയ്യ്. ഞാൻ എത്ര നേരം മണിക്ക് വെയിറ്റ് ചെയ്യാം? കാര്യം നടന്നാ മതിയായിരുന്നു. ഹലോ ഹലോ, കാർത്തിക് എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാനൊരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം. ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട. എനിക്കറിയാം. ശാലിനെ വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വരുമെന്ന്. ആര്? ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്കൊരു ശല്യാവുന്നില്ല. കാർത്തിക്, today you look so smart. നടു റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലോ മറ്റോ ചെല്ല്. എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. എത്രയും പെട്ടെന്ന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. ഞാൻ ഇന്നലെ മുതലേ ശ്രദ്ധിക്കുകയാണ്. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. എനിക്കറിയാം. വീട്ടിൽ പോണമെന്നുണ്ടല്ലേ? ഇനി ഒരു എക്സാം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോയാ പോരെ? ആ, ഞാനേ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. പറ്റുമെങ്കിലേ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. മോള് ചെന്നിരുന്ന് പഠിക്കണം. ദേ, ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. ഹലോ. ഞാനാ. വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊരു കുഗ്രാമത്ത് പിറന്നവനാ. എനിക്ക് നിങ്ങളുടെ സിറ്റി സംസ്കാരം ഒന്നും അറിയില്ല. പക്ഷെ മനസ്സോർന്ന് സ്നേഹിക്കാൻ അറിയാം. അനിയൻകുട്ടി, ഞാൻ 9 മണി മുതൽ 11 മണി വരെ ഞാൻ ആ സ്റ്റോപ്പിൽ വടക്കോട്ട് നോക്കി നിന്നു. സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്. ഞാൻ വന്നിരുന്നു. ഒരുപാട് നേരം കാത്തു നിൽക്കുകയും ചെയ്തു. അനിയൻകുട്ടി എവിടെയാ വന്നത്? ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റ് സ്റ്റോപ്പിൽ. ഞാൻ പറഞ്ഞത് ഗാന്ധിനഗർ സ്റ്റോപ്പിലല്ലേ? ഗാന്ധിനഗറിൽ ഒരുപാട് സ്റ്റോപ്പുകളില്ലേ? എന്റെ അറിവിൽ അവിടെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണങ്ങിയോ? ഇല്ല. നമുക്ക് ഇന്ന് തന്നെ കാണാം. വൈകുന്നേരം 4 മണിക്ക് ലാൽബാഗിൽ വരുവോ? ഇവിടെ ഒരു ലാൽബാഗ് പാർക്കേ ഉള്ളൂ. അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നാ മതി. എവിടെ? സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്യു. എന്റെ വണ്ടിയുടെ കളർ റെഡ് മാരുതി. വേഷം മഞ്ഞ ഫ്രോക്ക്. ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ? ഇല്ല, ഞാൻ കാത്തു നിൽക്കും. ബൈ. നീ ഇവിടെ ഒന്ന് കേൾക്കായിരുന്നു. അവള് നീ പറഞ്ഞ പോലെ ഒരു പെണ്ണല്ലടാ. തെറ്റ് പറ്റിയ നമ്മക്കാ. സ്റ്റോപ്പ് മാറിപ്പോയി. ആ പഴയ സ്റ്റോപ്പ് തന്നെ നിന്നാ മതിയായിരുന്നു. അവള് വന്നടാ. ഇന്ന് ഏതായാലും തെറ്റില്ല. ഇന്നോ? വൈകുന്നേരം അവള് ലാൽബാഗിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. ലാൽബാഗിലോ? ഒരിക്കലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ എന്ത് തിരക്കാന്ന നിന്റെ വിചാരം? അതിനല്ലേ അവൾ അടയാളം പറഞ്ഞു തന്നത്. ചുവന്ന മാരുതി കാർ, മഞ്ഞ ഫ്രോക്ക്, നിൽക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ താഴത്ത്. നീ മസ്റ്റായിട്ട് വരണം. ഇന്ന് തന്നെ കാണണമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എടാ, അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? അത് അവളോട് ചോദിക്കണം. ഹലോ. ഹലോ, ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. എന്നെ കുറിച്ചോ? എനിക്കാകെ എന്തോ പോലെ. എന്തു പറ്റി? സുഖല്ലേ? അതല്ല, ഇന്ന് കാണുമെന്ന് പറഞ്ഞപ്പോ എന്നെ കാണുമ്പോ ഇഷ്ടായില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ. എന്തേ ചിരിച്ചത്? ഒരു പെണ്ണിന് ഇഷ്ടപ്പെടാനുള്ള സൗന്ദര്യമൊക്കെ അനിയൻകുട്ടിക്കുണ്ടെന്ന് ആന്റി പറഞ്ഞ് എനിക്കറിയാം. ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എനിക്കിഷ്ട. എനിക്കിനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല. സത്യം.
ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത എന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? അതെ, അത്രയ്ക്കിഷ്ട. നമ്മൾ തമ്മിൽ നേരിൽ കാണുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം. അപ്പൊ പാർക്കിൽ കാണാം. പോടാ വാ. അപ്പച്ച നീ കൂടെ പൊയ്ക്കോ. എടാ, അവൾ ഇവിടെ എങ്ങും വരില്ല. നിന്നെ പൊട്ടം കളിപ്പിച്ചതാ. സാരമില്ല. പ്രേമം തലക്ക് പിടിച്ചിരിക്കണം നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. മനസ്സിലാവില്ല. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് ഇളകാൻ നിനക്ക് നാണാവില്ലേ? ഇല്ല. എടാ, പെണ്ണ് വിഷയത്തിൽ എനിക്ക് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ. ഉണ്ടാവും, അത് തരികിട. പക്ഷെ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല. ആ ശരിയാ, ഇതുവരെ അങ്ങനെയായിരുന്നു. എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്റെ ഡാഡിക്കോ മമ്മിക്കോ സമയം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട്, എന്റെ പപ്പി. അതെങ്ങനെ ഞാൻ നിന്നോട് പറയാം. എടാ, ഞാൻ പിന്നെ അവള് വന്നു. മായയല്ലേ? ആ മഞ്ഞ ഫ്രോക്ക് അടഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽ ബാഗിലോട്ട് ചെല്ലുക. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. അപ്പച്ചാ, നീ എന്നെ കാത്തു. എന്താ പറയാം. ഗീതാശിട്ടേ, കാർത്തിക് ലാൽ പാർക്കിലെ വെയിറ്റ് ಮಾಡ್ತಾಡು. ജൽദി ಹೋಗೋ. നിനക്ക് അവനിಗೆ ಮದುವೆ ಆಗಿದೆ. ಓಕೆ नीना, तुम्हारे पास रेड मारुति है, येलो कलर फ्रॉक है. तुम जल्दी लाल बाग जाओ. कार्तिक तुम्हारे लिए शादी करना चाहते हैं. ठीक है? ഹലോ റാണി, ഒന്നുമില്ല, സമയം കഴിഞ്ഞു. ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റൂ. അങ്ങോട്ട് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ, അവള് നിന്നെ കളിപ്പിച്ചതാ. ഇവരൊക്കെ ആരാ? അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ശരിയാ, ഇത് ഫ്രണ്ട്സിന്റെ കളിയാ. ഒരു പക്ഷെ അവൾ എന്നെ സ്നേഹിക്കുന്നത് അറിഞ്ഞ അവളുടെ കൂട്ടുകാരികൾ ഒപ്പിച്ച വേലയായിരിക്കും ഇത്, അല്ലടാ? എന്നാലും നീ അവിടുന്ന് പിന്മാറാൻ തയ്യാറല്ല. ആ, നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ. എങ്കിൽ ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാൻ പോവാ. നീ ഞെട്ടരുത്. ഇതവള് മനഃപൂർവ്വം ചെയ്തടാ, മനഃപൂർവ്വം. ഇനി നീ എന്തായാലും അങ്ങോട്ട് വിളിക്കരുത്. അവൾ ആദ്യം നിന്നെ വിളിച്ച് മാപ്പ് പറയട്ടെ. ഹലോ, മേനെ ഇത് ഞാനാ, കുറുപ്പ്. ആ കുറുപ്പോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറ. വിശേഷങ്ങൾ പറയാനല്ല വിളിച്ചത്, അറിയാനാ. അതെ മേന്നെ, ഇത് STD-യാ. ചിരിക്ക് അത്ര നീളം വേണ്ട. പെണ്ണിനെ പിടിച്ചൊന്ന് ചോദിക്ക്. ഹേയ്, അവൻ അങ്ങനെ ചെയ്യില്ല. എന്റെ മോനാ. കാണും മുമ്പ് കയറി പിടിക്കേ. അവൻ അവളെ ഇഷ്ടപ്പെട്ടൊന്ന് ചോദിക്ക്. ഹോ, അതാണോ? അത് അവനോട് തന്നെ ചോദിക്കാം. മേന്നെ, അവൻ എന്തിയേ? ഒന്ന് വിളിച്ചേ. അതിന് അവനിവിടെ ഇല്ലല്ലോ. ഇല്ലെന്നോ? അപ്പൊ താൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അവനിവിടെ വന്നിരുന്നു. ഊണ് കഴിക്കണം, ഇവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞതാ. മോളെ കണ്ടതിന് ശേഷം കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെ ഒറ്റ പോക്കാ. അതിന്റെ കാരണം എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? എന്നാ എനിക്ക് മനസ്സിലായി. വെച്ചിട്ടെ, പെണ്ണിനെ കാണുന്നതിന് മുമ്പ് ഊണ് കഴിക്കണമെന്ന് പറഞ്ഞു. പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോ ഊണ് കഴിക്കാതെ അവൻ സ്ഥലം വിട്ടു. എന്താ കാരണം? അവന് പെണ്ണിനെ പിടിച്ചില്ലായിരിക്കും. ആ സംഗതി നിനക്ക് പിടികിട്ടി. പക്ഷേ ആ ഊളം മേനോനത് മനസ്സിലായിട്ടില്ല. ബാംഗ്ലൂര് വരെ ഒന്ന് പോവാ. ഞാൻ പെണ്ണിനെ ഒന്ന് കാണട്ടെ. അവൻ അതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധിക്കാനൊന്നും പോകണ്ട. നമ്മുടെ മാധവക്കുറിപ്പ് കൊണ്ടോന്ന് ആലോചന തെറ്റില്ല. ഫോട്ടോ കണ്ട് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. എങ്കിൽ അവന്റെ ജാതകം ഫലിക്കുന്നതിന് മുമ്പ് നമുക്കത് ആലോചിക്കാം. നീ എവിടെ ഇരിക്കേ? ചിലപ്പോ എന്റെ ഡാഡി ആയിരിക്കും. ഹലോ, അനിയൻകുട്ടിയുടെ വീടല്ലേ? റോങ് നമ്പർ. പോലീസ് സ്റ്റേഷൻ ആണെന്നോ? ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട്. നീ ഇതിന്നൊന്നും എടുത്ത് പിടിപ്പിച്ചേ. പ്രേമനൈരാശ്യത്തിന് പറ്റിയ വരുന്ന. എനിക്കിത് ശീലമില്ല. ഇങ്ങനെയല്ലേ ശീലമാവണത്? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടടാ. അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും.
ഇത് ഫോൺ ബെല്ലല്ല, കോളിംഗ് ബെല്ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, തൊണ്ട കത്തണ്. നിക്കടാ അവിടെ. ഇവൻ ഇത്തിരി കുഴിത്തുരുമ്പാ. മുമ്പൊരിക്കലും എന്നെ കണ്ടപ്പോ ഓടി. നീ എങ്ങോട്ടേ ഓടിയത്? അത് പിന്നെ ഇതാരാന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മറ്റേ പെണ്ണിന്റെ തന്ത. വാടാ അനിയൻകുട്ടി, ആ തടിയും മേനോനും കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. അനിയൻകുട്ടി, നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? എനിക്കല്ലേ പ്രശ്നം. ഞാനല്ല ആ തടിയന്റെ വീട്ടില് നീയാന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ എല്ലാം പൊളിയും. എന്റെ കർത്താവേ, ഞാനൊന്ന് ധൈര്യം കൂട്ടട്ടെ. എടാ, നീ അവിടെ എന്തെടുക്ക? ഇവരുടെ മദ്യപിക്കുകയല്ല. അല്ലെന്നാണ് പറഞ്ഞത്. ഓ നെഞ്ചരി.